ഹേ എവരിവൺ, ഇന്ന് നമുക്ക് ഒരു മട്ടൺ പെപ്പർ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് പച്ചമുളക്, പിന്നെ ഒരു 3-4 ഉള്ളി, ഇതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 1/2 കിലോ മട്ടൺ. ഇതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് മട്ടൺ കുക്കറിൽ വേവിച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഒരു 3-4 വിസിൽ വേണം മട്ടൺ വെന്ത് കിട്ടാനായിട്ട്. ഇനി റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ചട്ടി ചൂടാക്കി അതിനകത്ത് കുറച്ച് ഉലുവയും പട്ടയും ഗ്രാമ്പും ഒന്ന് മൂപ്പിച്ചെടുക്കുക. പട്ടയും ഗ്രാമ്പും ഓപ്ഷണലാണ്. ഇനി എണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി പച്ചമണം ഒന്ന് ചെറുതായി മാറി വരുമ്പോൾ നമുക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി എണ്ണയിലേക്ക് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും 1.5 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് നമുക്ക് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ പെപ്പറൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി എണ്ണയിലേക്ക് നമുക്ക് നേരത്തെ മുറിച്ച് വെച്ചിരുന്ന ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ലോണം ഇനി നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ കുറച്ച് വേഗം വഴണ്ട് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഉള്ളി നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാലകളൊക്കെ ചേർക്കാം. അപ്പോൾ ഒരു 2 സ്പൂൺ പെപ്പർ, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ചേർക്കാം. പിന്നെ ഒരു 1/2 സ്പൂൺ ഗരം മസാല ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് നമ്മുടെ എരിവിനനുസരിച്ച് കുറച്ചുകൂടി കൂട്ടി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ ഉപയോഗിച്ചിട്ടുണ്ട്. 2-3 സ്പൂൺ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം, ഒരു 1/2 കപ്പ് വെള്ളം. പിന്നെ ഉപ്പും, പിന്നെ കറിവേപ്പിലയും, പിന്നെ തേങ്ങാക്കൊത്ത് ഓപ്ഷണലാണ്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിനി അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഉപ്പൊക്കെ കുറവാണെങ്കിൽ അത് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തേക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങാക്കൊത്തിലും ആ മട്ടനിലൊക്കെ ആ മസാല നല്ലോണം പിടിച്ചിട്ടുണ്ട്. പെപ്പറിൻ്റെ സ്മെല്ലിങ്ങനെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മുടെ പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്